ഞാൻ മുല്ലത്തടം ഡാലി മുക്കാഞ്ചിരം അഥവാ സോമൻ ഭോപ്പാൽപുര. എൻ്റെ മോനെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾക്ക് ദൂരെ പഠിക്കാൻ പോവുകയാണ്. അവിടെ ഇനിയും അവൻ ഹോസ്റ്റലിലായിരിക്കും താമസം. പല ഉപദേശങ്ങളും ഒരു അപ്പൻ എന്ന നിലയ്ക്ക് ഞാൻ അവന് കൊടുത്തു. എങ്കിലും ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് ഇത് മറ്റു പലർക്കും ഗുണകരം ആകും എന്ന വിശ്വാസത്തിലാണ്. മോനെ, അവിടെ ഹോസ്റ്റൽ ചെന്ന് പുതിയ സ്ഥലം നീ എന്ന് താമസിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. പലരുടെയും മുഖഛായകൾ നീ കാണുന്നതായിരിക്കില്ല നിൻ്റെ കൂട്ടുകാരുടെ പലരുടെയും യഥാർത്ഥ മുഖം. എത്ര വട്ടം പാമ്പ് അതിൻ്റെ പടം കൊഴിച്ചാലും പാമ്പ് തന്നെയായിരിക്കും. മുഖം മൂടി ധരിച്ച കൂട്ടുകാരെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് കൂട്ടുകാരെയൊക്കെ തിരഞ്ഞെടുക്കുമ്പം നീ വളരെയധികം സൂക്ഷിക്കണം. ജീവിതത്തിൽ വിജയിക്കാൻ കൂട്ടുകാരാവശ്യമാണ്. കൂട്ടുകാരില്ലാതെ വിജയം ഉണ്ടാകില്ല. പക്ഷേ ഒരു വൻ വിജയം നീ പ്രതീക്ഷിക്കുന്നെങ്കിൽ, നീ ആഗ്രഹിക്കുന്നെങ്കിൽ ശത്രുക്കൾ ആവശ്യമാണ്. എങ്കിലേ ഒരു മത്സര ബുദ്ധി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും വരികയുള്ളൂ. അവിടെ ഏത് സന്ദർഭത്തിലാണെങ്കിലും നല്ല വെൽ ഡ്രസ്സ് ധരിക്കണം, നല്ല ഡ്രസ്സ് ധരിക്കണം. അതുപോലെ തന്നെ ഇരുന്നുകൊണ്ട് ആർക്കും കൈ കൊടുക്കരുത്. ഇങ്ങനെ അവരെ ഒരു ബഹുമാനിക്കാത്ത രീതിയാണെന്ന് നമുക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഇരുന്നുകൊണ്ട് ആർക്കും കൈ കൊടുക്കരുത്. അച്ഛനെ തിരഞ്ഞെടുക്കാനൊന്നും നിനക്ക് അവകാശമില്ല. അമ്മയെ തിരഞ്ഞെടുക്കാനോ മക്കളെ തിരഞ്ഞെടുക്കാനോ ഒന്നും നിനക്ക് അവകാശമില്ല. പക്ഷേ ഭാര്യയെ തിരഞ്ഞെടുക്കാൻ നിനക്ക് അവകാശമുണ്ട്. നിന്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ നിനക്ക് അവകാശമുണ്ട്. ഞാനിതൊരു പറയുന്നത് നിന്റെ ആ ഹോസ്റ്റൽ ജീവിതത്തിനിടയ്ക്ക് ആരും പ്രത്യേകിച്ച് നിനക്ക് ഉത്തരവാദിത്തങ്ങളൊന്നും ഉള്ള വ്യക്തികൾ അടുത്തെങ്കിലും ഇല്ലാത്തപ്പം നിന്റെ ജീവിത ചിന്തകൾ ഭാരങ്ങളും ഒക്കെ മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. സൗന്ദര്യമുള്ളൊരു പെണ്ണിനെ കാണും, കൊള്ളാമല്ലോ, ഇവളെൻ്റെ ഭാര്യയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവളെൻ്റെ കാമുകയായി എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. മോനെ, സെലക്ഷൻ എപ്പോഴും സൂക്ഷിച്ചായിരിക്കണം. അറേഞ്ച് മാരേജും ലവ് മാരേജും തമ്മിലുള്ള വ്യത്യാസം ഒറ്റ വാക്കിൽ ഞാനൊന്ന് പറയട്ടെ. സപ്പോസ് നീ കണ്ടുപിടിച്ച ഒരു പെണ്ണിനെയും നീ കൊണ്ടുവന്നാൽ പപ്പ ഒരു പക്ഷെങ്കിൽ നിന്നെ അവളെയും സ്വീകരിച്ചിരിക്കും. ലവ് മാരേജ് ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ റൂമിനുള്ളിൽ വെച്ച് വഴക്കുണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമുണ്ടായി എന്താണ് അങ്ങോട്ടും കരയുകയും പിടിക്കുകയും അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എന്ത് ധരിക്കുമെന്നറിയാമോ? അല്ലെങ്കിൽ നിൻ്റെ അമ്മ എന്ത് ധരിക്കുമെന്നറിയാമോ? അവൻ വിളിച്ചോണ്ട് വന്നു, നമുക്കെന്താ ഉത്തരവാദിത്തം, അവൻ അനുഭവിക്കട്ടെ. ഇങ്ങനെ ഒരു ധാരണ വരും. മറിച്ച് ഒരു അറേഞ്ച് മാരേജായി പപ്പായുടെ ചേട്ടന്മാരും അനിയന്മാരും അല്ലെങ്കിൽ നിൻ്റെ അമ്മാച്ചന്മാരും ഒക്കെ കൂടിയാണ് ഒരു പെണ്ണിനെ സെലക്ട് ചെയ്ത് നിനക്ക് ഭാര്യയായി തരുന്നതെങ്കിൽ ഞങ്ങൾക്കും ചില ഉത്തരവാദിത്തമുണ്ട്. ഒരു ചോദ്യമുണ്ട്. അവൾ അവിടെ ഒന്ന് കരഞ്ഞാൽ മതി. എന്താ വേണം അവിടെ? എന്താ അവിടെ കരച്ചിലൊക്കെ കേൾക്കുന്നല്ലോ അവിടെ ചോദിക്കും. അമ്മ അങ്ങോട്ട് ഒരു പക്ഷേ ഓടി വരും. ഒന്നുമില്ലെങ്കിൽ അവൾക്ക് ഓടി വരാം. പപ്പാ, ഈ വ്യത്യാസം ജീവിതത്തിൽ നീ ഓർത്തിരിക്കണം. തിളങ്ങുന്ന മുഖങ്ങൾ പക്ഷേ നിനക്ക് കണ്ടെന്നിരിക്കാം. അതിലൊന്നും മോനെ പെട്ടെന്ന് വീഴരുത്. വാക്കുകൾ കൊണ്ട് ആരെയും നീ വേദനിപ്പിക്കരുത്. വാക്കുകൾ കൊണ്ടൊക്കെ വേദനിപ്പിച്ചാൽ ആ വാക്ക് പറയുന്നവർ ഒരുപക്ഷെ മോനെ പെട്ടെന്ന് മറന്നു പോകും. പക്ഷേ ആ വാക്കുകൾ കൊണ്ട് മുറിവേറ്റ മനുഷ്യരുണ്ടല്ലോ, അവരൊന്നും മറക്കാൻ പോകുന്നില്ല. ചില പോട്ടെ, സാരമില്ല, ഞാൻ എല്ലാം മറന്നടാ, ക്ഷമിച്ചു എന്ന് പറയുന്നെങ്കിലും അവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നീ ഏൽപ്പിച്ച അല്ലെങ്കിൽ ആരേൽപ്പിച്ചോ ആ മുറിവിൻ്റെ വേദന മാറാൻ പോകുന്നില്ല. അത് എന്നും ഉണ്ടാകും. കാരണം എന്നാണെന്നറിയാമോ? ജീവിതത്തിൽ ഒരു കാട് നീ ഒന്ന് നോക്കിയ, ദൂരെ നിന്ന് നോക്കുമ്പോൾ കാടാ, അടുത്ത് എന്ന് നോക്കിയാൽ മോനെ അത് വെറും മരങ്ങൾ മാത്രമാണ്. വെറും മരങ്ങൾ. ഓരോരോ മരങ്ങളാണ് കാടുകളായി മാറുന്നത്. അത് നീ പ്രത്യേകം തിരിച്ചറിയണം. അതുകൊണ്ട് ആരെയും വേദനിപ്പിക്കുന്ന വാക്കുകൾ കഴിവതും ഉപയോഗിക്കാതിരിക്കുക. ജീവിതത്തിൽ 2 അതിഥികൾ കടന്നു വരും. ഒന്ന് ഓർമ്മകൾ, ഒന്ന് ടെൻഷൻ. ആരും പറയാതെ വരുന്ന സാധനമാണ് ഈ 2 സാധനം. ഓർമ്മകളും ഈ ടെൻഷനും. ഓർമ്മകളോട് നീ വരല്ലേ എന്ന് പറഞ്ഞാലും ആ സാധനം ഈ ഓർമ്മകൾ ഓടി വരും. നീ പൊയ്ക്കോ എന്ന് പറഞ്ഞാലും പോകാതിരിക്കുന്ന സാധനമാണ് ഈ ടെൻഷൻ. അതുകൊണ്ട് ഈ 2 സാധനങ്ങളും കൺട്രോൾ ചെയ്യാൻ നീ പഠിക്കുക. ടെൻഷനൊക്കെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ടെൻഷൻ എടുക്കാതിരിക്കുക. എവിടെ പോയാലും നീ നിൻ്റെ അമ്മയെ മറക്കരുത്.
എന്നെ മറന്ന സാരമില്ല, ഞാനൊരു അപ്പനാണ്. പക്ഷെ അമ്മയെ മറക്കരുത്. എടാ, മരത്തിൻ്റെ മുകളിൽ തിളങ്ങി നിൽക്കുന്ന പൂവുണ്ടല്ലോ, അതിനറിയത്തില്ല. മരത്തിൻ്റെ മുകളിൽ തിളങ്ങി നിൽക്കുന്ന പുഷ്പത്തിന് അറിയത്തില്ല അതിൻ്റെ വേര് ഒരു കാലത്ത് വെള്ളത്തിനും ആഹാരത്തിനും വേണ്ടി എന്തുമാത്രം കരഞ്ഞിട്ടുണ്ട്, എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്തുമാത്രം അധ്വാനിച്ചിട്ടുണ്ടെന്ന്. ആരെ മറന്നാലും മോനെ, നീ അമ്മയെ മറക്കരുത് ഒരിക്കലും. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും മിനിമം ഫോൺ ചെയ്തിരിക്കണം. അച്ഛനെ മറക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പനെ എപ്പോഴാണ് ഓർക്കേണ്ടത് നിനക്കറിയാമോ? നിനക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു നിമിഷം നിൽക്കുമ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് തെറ്റാണോ എന്ന് സ്വയം ഒരു ബോധ്യം വരുമ്പം, ചെയ്യണോ വേണ്ടയോ എന്ന് തോന്നുമ്പം അപ്പനെ ഒന്ന് ഓർത്തേ. ഉദാഹരണത്തിന് കൂട്ടുകാരെല്ലാം കടന്നിട്ട് വന്നോളാം ഒരു സിഗരറ്റ് വലിക്കാമെന്ന് പറയും. ജീവിതത്തിൽ നിന്ന് അവർ വലിച്ചിട്ടില്ലാത്ത നീ ഒന്ന് വലിക്കണം എന്ന് തോന്നുമ്പം നീ അപ്പൻ്റെ മുഖം ഒന്ന് ഓർത്തേ. ഇപ്പം നീ എൻ്റെ ഓർക്കും, എന്നെ കേൾക്കത്തില്ല, നിങ്ങളുടെ അപ്പന്മാരെയൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയേ. ഒരുപക്ഷെ കുഴിഞ്ഞ കവിളുകളായിരിക്കാം, ഒട്ടിയ കണ്ണുകളായിരിക്കാം. ഇതൊക്കെ ഉണ്ടല്ലോ ഓർത്ത് കഴിയുമ്പം നിനക്ക് വലിക്കാൻ തോന്നത്തില്ല. നീ വളർന്നു വന്ന സംസ്കാരം അതാണെങ്കിൽ നിന്നെക്കൊണ്ട് ആവില്ല. എടാ, ഈ ഇരുമ്പിനെ നശിപ്പിക്കാൻ ഒന്നിനും സാധിക്കത്തില്ല. ഈ ഇരുമ്പിനെ നശിപ്പിക്കാൻ തുരുമ്പിനെ ഒക്കത്തുള്ളൂ. ഈ തുരുമ്പെന്ന് പറഞ്ഞാൽ എന്തുവാണെന്ന് അറിയാമോ? അവിടെ തന്നെ ഉണ്ടാകുന്ന, വെള്ളത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരംഗമാണ് ഈ തുരുമ്പ്. അതുകൊണ്ട് ഇരുമ്പിനെ നശിപ്പിക്കാൻ തുരുമ്പിനെ ആവും. ഇരുമ്പിനോടൊപ്പമുള്ളതാണ് ഈ തുരുമ്പ്. അതുകൊണ്ട് ജീവിതത്തിനും അതിൽ ഹോസ്റ്റൽ ലൈഫിൽ നീ നിൻ്റേതായിട്ടുള്ള രീതിയിൽ അടിച്ചുപൊളിച്ച് ജീവിക്കുക. ലജ്ജിക്കരുത്. നിൻ്റെ ലൈഫ് സ്റ്റൈൽ നീ മാറ്റരുത്. ഒരു ലളിതമായ ജീവിതം നീ നയിക്കുക. പക്ഷെ ഒപ്പം ഞാനൊരു കാര്യം പറയും. പാവപ്പെട്ട കൂട്ടുകാരൻ നിനക്കുണ്ടെങ്കിൽ അവരെ കൊണ്ട് നീ ലജ്ജിക്കരുത്. അയ്യോ, എൻ്റെ കൂട്ടുകാരൻ ഒരു പാവപ്പെട്ടവനാണോ, ദരിദ്രനാണോ, അഭിമാനത്തോടെ നിൽക്കുക. ആ രീതിയിൽ അവനെ കാണരുത്. പഴയ വസ്ത്രങ്ങളൊക്കെ ധരിക്കുമ്പോൾ നീ ഒരിക്കലും ലജ്ജിക്കരുത്. അയ്യോ, അവരെന്താ ഓർക്കും, ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ്. നിനക്കൊന്നും ചിന്തിക്കാനില്ല. പഴയ വസ്ത്രം ധരിക്കുമ്പോഴോ പാവപ്പെട്ട കൂട്ടുകാരോ ഉള്ളപ്പോഴോ നീ ഒരിക്കലും ലജ്ജിക്കരുത്. ലൈഫ് സ്റ്റൈലിൽ നീ ഒരിക്കലും മാറ്റം വരുത്തരുത്. എടാ, പലപ്പോഴും നമ്മൾ വീണെന്നിരിക്കാം, പല കാര്യങ്ങളും മറ്റുള്ളവർ മുമ്പ് തകർന്നെന്നിരിക്കാം. പക്ഷേ അതെല്ലാം ഒരു ഉയർത്തെഴുന്നേൽപ്പിന് നിവർന്ന് നിൽക്കാനുള്ള ഒരു ഗുണപാഠമായതെടുക്കണം. പല കാര്യങ്ങളിലും നമുക്ക് കുറവുകൾ സംഭവിച്ചിരിക്കാം, തെറ്റുകൾ നമുക്ക് സംഭവിച്ചിരിക്കാം. പക്ഷേ അതൊരു ഉയർത്തെഴുന്നേൽപ്പിന്, ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള കാരണമാക്കി. എടാ, ചിരിക്കാൻ കിട്ടുന്ന ഒരു അവസരവും നീ പാഴാക്കരുത്. ചിരിച്ചോണം. അതുപോലെ തന്നെ കരയാൻ കിട്ടുന്ന അവസരവും. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നീയും പങ്കുചേർന്ന് കരയുന്നെങ്കിൽ എടാ, ഈ അപ്പന് സന്തോഷമേ ഉള്ളൂ. സത്യം ഞാൻ നിന്നോടൊരു കാര്യം പറയും, നീ വിശ്വസിച്ചാലും ഇല്ലേലും. എടാ, ദരിദ്രൻ ഒരിക്കലും കൂട്ടുകാരുണ്ടാകത്തില്ല. എല്ലാവരും ഗമളം വാചക കസരത്തിലും ഒക്കെ പറഞ്ഞ് വലിയ ഗമകളൊക്കെ അടിക്കുക. എടാ, ദരിദ്രനായവന് ഒരു കൂട്ടുകാർ ഒരു കാലത്തും ഉണ്ടാക്കാൻ പോകുന്നില്ല. ചുമ്മാ അങ്ങ് പറയുന്ന, അവർക്കൊന്നും ഒരു കൂട്ടുകാരുണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ദരിദ്രനാകാതെ അതുപോലെ പണം സമ്പാദിക്കണം എന്നല്ല ഞാൻ, മാന്യമായ രീതിയിൽ സമ്പാദിക്കുക. പിന്നെ ഒരു കൂട്ടുകാരൻ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നിന്നെ കളിയാക്കുന്നെങ്കിൽ ഒന്ന് ഓർമ്മിച്ചു, അവൻ യഥാർത്ഥ കൂട്ടുകാരനല്ല. ഒരു കൂട്ടുകാരൻ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നിന്നെ അവമാനിക്കുകയോ കളിയാക്കുകയോ ചെയ്താൽ നീ തീർത്തും വിശ്വസിച്ചിരിക്കണം, അവൻ യഥാർത്ഥ കൂട്ടുകാരനല്ല. നോ എന്ന് പറയേണ്ടിടത്ത് നോ എന്ന് പറഞ്ഞിരിക്കേണ്ട മോനെ. വിജയിക്കണമെങ്കിൽ ചിലയിടത്തൊക്കെ നമുക്ക് നോ എന്ന് പറയാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. അയ്യോ, എങ്ങനെ അവരോട് വയ്യ എന്ന് പറയുന്നത് ഒക്കത്തില്ല. ഒരു 500 രൂപ എൻ്റെ ഇല്ല എന്ന് പറയുമ്പോൾ അത് നോക്കട്ടെ, തീർത്ത് പറഞ്ഞേക്കണം. നോ എന്ന് പറയേണ്ടിടത്ത് നോ എന്ന് പറയണം. അതുപോലെ തന്നെ ഏത് നേട്ടങ്ങളുണ്ടായാലും അത് ചെറുതാകട്ടെ വലുതാകട്ടെ, നേട്ടങ്ങൾ എപ്പോഴും നീ ആഘോഷമാക്കി മാറ്റുവാൻ ശ്രമിക്കണം. അത് ജീവിതത്തിൻ്റെ പാതയിൽ നിനക്ക് ഒത്തിരി വിജയങ്ങൾ ഉണ്ടാക്കി തരുന്ന ഒരു കാര്യമായിരിക്കും. ജീവിത പാതയിൽ എപ്പോഴും നിൻ്റെ ചെറിയ നേട്ടങ്ങൾ ആഘോഷമാക്കി മാറ്റിയാൽ അത് നിൻ്റെ ജീവിതപാതയിൽ നിനക്ക് സന്തോഷത്തിന്, ആഘോഷങ്ങൾക്ക് ഇടവരുത്തും. അതുകൊണ്ട് ഏതു നേട്ടങ്ങളും ആഘോഷമാക്കി മാറ്റുക. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. നിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോ, നിൻ്റെ കൂടെ താമസിക്കുന്നവരോ, നിൻ്റെ കൂടെ പഠിക്കുന്നവരോ ആരുമാകട്ടെ, കണ്ണുമടച്ച് ആരെയും വിശ്വസിക്കരുത് ഒരിക്കലും. അത് പിന്നീട് ദുഃഖത്തിന് കാരണമാകുവാൻ ഇടവരുത്തും.
നിന്നെ വേണ്ടാത്തവരെ നിനക്കും വേണ്ട എന്ന് തീരുമാനിക്കുക. അതാരാണെങ്കിലും, രക്തവും ബന്ധമുള്ളവരാണെങ്കിൽ പോലും നിന്നെ വേണ്ടേ, നിനക്കും വേണ്ട. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഹോസ്റ്റൽ ലൈഫ്, നിൻ്റെ അവിടുത്തെ ജീവിതം നീ അടിച്ചു പൊളിക്കുക. അവസാനമായി നിന്നെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുന്നു, മാറ്റമില്ലാത്ത, ഒരിക്കലും മറക്കരുതാത്ത ഒരു കാര്യം: പ്രാർത്ഥന. പ്രാർത്ഥിക്കാൻ, ഒരു നേരമെങ്കിലും പ്രാർത്ഥിക്കാൻ. പകൽ മുഴുവൻ നടത്തിയ ദൈവത്തിന് നന്ദി പറയാതെ നീ ഉറങ്ങാൻ കിടക്കരുത്. അങ്ങനെയെങ്കിൽ അതിനൊരു ശക്തിയാണ്, ഭയങ്കര ശക്തി, ഭയങ്കര ശക്തി. നിനക്കൊന്നും അനുമാനിച്ചെടുക്കുന്നതിനേക്കാളൊക്കെ അപ്പുറമാണ് പ്രാർത്ഥന. അത് നീ മറക്കരുത്. എന്നും കിടക്കുന്നതിന് മുൻപായി പകൽ മുഴുവൻ നടത്തിയ വലിയവനായ ദൈവത്തിന് നന്ദി പറയുക. ജീവിതം നിൻ്റെതാണ്, നിനക്കുള്ളതാണ്. നിനക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ളത് നിൻ്റേതായിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ്. അത് എന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഏത് കാര്യങ്ങളിലും ഒരു ചുവട് വെക്കുമ്പം നീ അപ്പനെ ഒന്ന് ഓർത്തോണേ. അപ്പൻ്റെ തല കുനിക്കാൻ നീ ഇടവരുത്താതിരുന്നാൽ നിൻ്റെ ജീവിതപാതയിൽ നീ വിജയിക്കും. നീ ഇതിൻ്റെ ജീവിതപാതയിൽ വിജയിക്കാനുള്ള ഏറ്റവും നല്ല ഒരു വശം ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ: അപ്പനെ ഓർക്കുക, അമ്മയെ മറക്കാതിരിക്കുക, പ്രാർത്ഥിക്കാൻ ഒരിക്കലും മടി കാണിക്കരുത്. ഞാൻ മുല്ലത്തറ ഉണ്ടായാലും മുക്കാഞ്ഞിരം അഥവാ സോമൻ, ഭോപ്പാൽപുര.